ഉണ്ടാക്കാൻ പോകുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ച് ഒരു ക്രാഫ്റ്റാണ്. ഇനി നമ്മൾക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. ഇത് 10 സ്പൂൺ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. പിന്നെ ഇത് കളർ ചേർത്ത ഒരു വെള്ളമാണ്. ഇത് ചെറിയ ടിന്നാണ്. പിന്നെ ഇതൊരു വലിയ ടിന്നാണ്. ഇത് ഓയിലാണ്. ചെറിയ ടിന്ന് വലിയ ടിന്നിൻ്റെ അകത്ത് വയ്ക്കാൻ വേണ്ടിയാണ്, ഷേപ്പ് വരാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ചേർക്കാം. ഞാൻ എടുത്തത് ഒരു ഗ്രീൻ കളറാണ്. ഇനി നമ്മൾക്ക് എങ്ങനെ മിക്സ് ചെയ്യാമെന്ന് നോക്കാം. ഇനി നമ്മൾക്ക് ഈ വെള്ളം പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ഇത് ഒഴിക്കാം. ആവശ്യമുള്ള വെള്ളം ചേർത്താൽ മതി. പ്ലാസ്റ്റർ ഓഫ് പാരീസിന് കുറച്ച് കട്ടി വേണം. ഇത്രയും കട്ടിയെങ്കിൽ വേണം. നമ്മൾ ഇതിൻ്റെ അകത്ത് എണ്ണ തേച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ വലിയ ടിന്നിലോട്ട് ഒഴിക്കാം. എണ്ണ വലിയ ടിന്നിൻ്റെ എല്ലാ സൈഡിലും തേക്കണം. ഞാൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വലിയ ടിന്നിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ചെറിയ ടിന്ന് സെൻറ്ററിൽ വെക്കണം. ടിന്ന് കുറച്ച് പൊക്കി വെക്കണം. ചെറിയ ടിന്നിൻ്റെ പുറത്തും ഞാൻ എണ്ണ തേച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചെറിയ ടിന്നിൽ വെയിറ്റ് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കാം. ഇനി നമ്മൾക്ക് ഇത് ഒരു ദിവസം വെയിറ്റ് ചെയ്യാൻ വെക്കണം. ഒരു ദിവസം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എടുക്കാം. റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പെയിൻ്റ് അടിക്കാം. വേണമെങ്കിൽ അടിച്ചാൽ മതി. ഇത് ഞാൻ വേറെ ചെയ്തതാണ് ചെറുതായിട്ട്. ഞാൻ കളറടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾക്ക് പെയിൻറ് ചെയ്തത് ഉണക്കാൻ വെക്കാം. ഞാൻ ഇത് ഫ്ലവർ വാസാണ് ഉണ്ടാക്കിയത്. ഇത് ഞാൻ നേരത്തെ ചെയ്തതാണ്. ഞാൻ എല്ലാത്തിലും പൂ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ ഫ്ലവർ വാസ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു ഫ്രണ്ട്സ്.